ഹായ് മക്കളെ, നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ്സുകളൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാവരും ഹാപ്പിയല്ലേ? അപ്പോൾ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സീക്വൻസ് എന്താണെന്നും അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്നും ടേംസ് എന്താണെന്നും കോമൺ ഡിഫറൻസ് എന്താണെന്നൊക്കെ പഠിച്ചില്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചാൽ നിർത്തിയത്? നമ്മൾ പേജ് നമ്പർ 13 എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നല്ലേ? അതിൽ ഫസ്റ്റ് എക്സസൈസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് സെക്കൻഡ് എക്സസൈസ് നോക്കിയാലോ? നോക്കിയേ, ഹൗ മെനി സ്മാൾ സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ. എന്താണ് ഈ ഓരോ പിക്ചറിലും എത്ര സ്മാൾ സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പിക്ചറിൽ എത്ര സ്മാൾ സ്ക്വയേഴ്സ് ഉണ്ട്? റെക്റ്റാങ്കിൾ അല്ല, സ്ക്വയേഴ്സ് ആണ്. അപ്പോൾ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? 1 2. അപ്പോൾ ഫസ്റ്റിൽ 2. അടുത്തതിൽ എത്ര സ്മാൾ സ്ക്വയേഴ്സ് ഉണ്ട്? 1 2 3 4. അടുത്തത് 1 2 3 4 5 6. അടുത്തത് 1 2 3 4 5 6 7 8. അപ്പം 2 2 4 6 8 എക്സെട്ര. എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്. എത്ര ലാർജ് സ്ക്വയേഴ്സ് ഉണ്ട്? ഫസ്റ്റ് ഫിഗർ നോക്കിയാൽ ഇതിനകത്ത് ലാർജ് സ്ക്വയേഴ്സ് ഉണ്ടോ? ഇല്ലല്ലേ. ഇതിനകത്ത് 2 സ്മാൾ സ്ക്വയേഴ്സ് ഉണ്ട്, പക്ഷേ എന്തില്ല? ലാർജ് സ്ക്വയർ ഇല്ല. അപ്പോൾ നമ്മൾ എന്തിനു പറയും? 0 എന്ന് പറയും. അടുത്ത രണ്ടാമത്തെ ഫിഗർ നോക്കിയാൽ ഇതിനകത്ത് ലാർജ് സ്ക്വയർ ഉണ്ടോ? ഉണ്ടല്ലേ. ഇതാണ്ട് ഇതൊരു ലാർജ് സ്ക്വയർ അല്ലേ? ആണ്. അപ്പോൾ എത്ര സ്ക്വയർ ഉണ്ട്? 1 സ്ക്വയർ ഉണ്ട്. അടുത്ത ഇതിലാണെങ്കിലോ 1 2 ലാർജ് സ്ക്വയർ ഉണ്ട്. നാലാമത്തെ ഫിഗറിലാണെങ്കിലോ 1 2, ഇവിടെ നടുക്കൊരെണ്ണം കാണുന്നില്ലേ? 3. അപ്പോൾ 0 1 2 3 എക്സെട്ര. ഇതാണ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. സംശയം ഉണ്ടെങ്കിൽ നോക്കിയാൽ കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. കോമൺ ഡിഫറൻസ് ഇല്ലേ? 1 അല്ലേ കോമൺ ഡിഫറൻസ്? അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നോക്ക്, ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ആൾ ഇൻ ഈച്ച് പിക്ചർ. ഈ ഓരോ പിക്ചറിലും എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? ലാർജ് എന്നോ സ്മാൾ എന്നോ ഒന്നും പറയുന്നില്ല. എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്ക്, ഇതിനകത്ത് എത്ര സ്ക്വയർ ഉണ്ട്? സ്മാൾ ആയിട്ട് 2 സ്ക്വയർ ഉണ്ട്, ലാർജ് സ്ക്വയർ ഇല്ല. അപ്പോൾ ടോട്ടൽ എത്ര സ്ക്വയർ ഉള്ളതെന്ന് പറയും നമ്മൾ? 2 സ്ക്വയേഴ്സ് ഉണ്ടെന്ന് പറയും. അടുത്ത ഇതിലാണെങ്കിലോ 1 2 3 4 സ്മാൾ സ്ക്വയറും ഉണ്ട്, 1 ലാർജ് സ്ക്വയർ ഉണ്ട്. ടോട്ടൽ 5 സ്ക്വയേഴ്സ്. അടുത്തതിലാണെങ്കിൽ നമ്മൾ എണ്ണി നോക്കിയാൽ മതി. 8 സ്ക്വയേഴ്സ് വരും. അടുത്തതിൽ 11 സ്ക്വയേഴ്സ് വരും, എക്സെട്ര. അപ്പം 2 5 8 11 എക്സെട്ര. എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കും? കോമൺ ഡിഫറൻസ് വരുന്നുണ്ടോ എന്ന് നോക്കണം. 5 - 2 എന്താണ്? 3 ആണ്. 8 - 5 എന്താണ്? 3 ആണ്. 11 - 8 എന്താണ്? 3 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ ഈ 3 സീക്വൻസും എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. നമുക്ക് മനസ്സിലായി അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇൻ ദ പിക്ചർ ബിലോ ദ പെർപെൻഡിക്കുലാർസ് ഡ്രോൺ ഫ്രം ദ ബോട്ടം ലൈൻ ആർ ഈക്വലി സ്പേസ്ഡ്. ഷോ ദാറ്റ് ദ സീക്വൻസ് ഓഫ് ദ ഹൈറ്റ്സ് ഓഫ് ദ പെർപെൻഡിക്കുലാർസ് ഓൺ കണ്ടിന്യൂയിങ് ദിസ് ഫോം ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു ഹിൻഡ് തന്നിട്ടുണ്ട്. ഡ്രോ ദ പെർപെൻഡിക്കുലാർസ് ഫ്രം ദ ടോപ്പ് ഓഫ് ഈച്ച് പെർപെൻഡിക്കുലാർ ടു ദ നെക്സ്റ്റ് പെർപെൻഡിക്കുലാർ. ഇതാണെന്ന് മനസ്സിലായോ? എന്താ പറഞ്ഞേക്കുന്നേ? ഇൻ ദ പിക്ചർ ബിലോ, താഴെ തന്നേക്കുന്ന പിക്ചറിൽ ദ പെർപെൻഡിക്കുലാർസ് ഡ്രോൺ ഫ്രം ദ ബോട്ടം ലൈൻ ആർ ഈക്വലി സ്പേസ്ഡ്. എന്താണ്? ഈക്വൽ ഡിസ്റ്റൻസ് ആക്കൽ എന്താണ്? ഈ ലൈനിൽ കുറച്ച് പെർപെൻഡിക്കുലാർസ് വരച്ചേക്കുന്നു. ഇനി എന്താണ് ചോദിച്ചേക്കുന്നത്? ഷോ ദാറ്റ് ദ സീക്വൻസ് ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ പെർപെൻഡിക്കുലാർ. ഈ പെർപെൻഡിക്കുലാറിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ, ഈ ഹൈറ്റ് ഓൺ കണ്ടിന്യൂയിങ് ദിസ് ഫോം ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ആ ഹൈറ്റിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലാണ് പോകുന്നതെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. അവരെന്താ ഹിൻഡ് പറഞ്ഞേക്കുന്നേ? ഡ്രോ പെർപെൻഡിക്കുലാർസ് ഫ്രം ദ ടോപ്പ് ഓഫ് ഈച്ച് പെർപെൻഡിക്കുലാർ. എന്താണ്? ഇതിൻ്റെ ഈ പെർപെൻഡിക്കുലാറിൻ്റെ ടോപ്പിൽ നിന്ന് എന്താണ് അടുത്ത പെർപെൻഡിക്കുലറിലോട്ട് നമ്മൾ എന്ത് വരയ്ക്കണം? ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടോപ്പിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം എന്ന് ഒരു ഹിൻഡ് തന്നേക്കുന്നു. ഇവിടെ നോക്കിയേ, ഞാൻ അതേ ഫിഗർ ഇതാ ഇവിടോട്ട് വരച്ചിട്ടുണ്ട്. ഇതെവിടെ നോക്ക്, ഞാൻ എന്താണ് ഒരു പെർപെൻഡിക്കുലറിൻ്റെ ടോപ്പിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് അടുത്ത പെർപെൻഡിക്കുലറിലോട്ട് വരച്ചേക്കുവാണ്.
അവർ പറഞ്ഞ ഹിൻറ്റ് ഞാനിവിടെ വരച്ചേക്കുന്നു. ഓക്കെ, നോക്ക്. ഇത് ഞാൻ എന്തോ ഒ എന്ന് പേര് കൊടുത്തു. ഈ ഫസ്റ്റ് പെർപെൻഡിക്കുലർ നമ്മൾ എന്ത് കൊടുത്തു? എ ബി എന്ന് പേര് കൊടുത്തു. അടുത്തതിന് സി ഡി, അടുത്ത ഇ എഫ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ പേര് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഈ ഒ എയും എ സിയും സിയും ഒക്കെ തുല്യ ഡിസ്റ്റൻസ് അകലെയാണെന്ന് അവർ പറഞ്ഞിട്ടില്ലേ? അപ്പം നമുക്കിങ്ങനെ പറയാം, ഒ എ ഈക്വൽ ടു എന്തരാണ്? എ സി ആണ്. ഈക്വൽ ടു എന്തരാണ്? സി ആണ്, എക്സെട്ര. അതിനെല്ലാത്തിനും കൂടെ ഞാൻ അതിൻ്റെ ഡിസ്റ്റൻസിനെ എക്സ് എന്ന് വിളിച്ചു. ഇവിടെ നോക്കേ, ഇവിടെ ഒരു ട്രയാങ്കിൾ കാണുന്നില്ലേ? ഒ എ ബി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കാണുന്നില്ലേ? അതേപോലെ തന്നെ ഒ സി ഡി എന്ന ട്രയാങ്കിൾ കാണുന്നില്ലേ? അതേപോലെ ഒ ഇ എഫ് എന്ന ട്രയാങ്കിൾ കാണുന്നില്ലേ? ഇതാണ് ഒ എ ബിയും ഒ സി ഡിയും നമ്മളിപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുവാണേ. നോക്ക്, ഒ എ ബിയും ഒ സി ബിയും ഒ സി ഡിയും ഞാൻ പറയുന്നു സിമിലർ ട്രയാങ്കിൾ ആണെന്ന്. കാരണം എന്താ? സിമിലർ ട്രയാങ്കിൾ ആണെന്ന് പറയണമെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ? ഏതൊക്കെയാണ്? എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം. എന്താണ്? റേഷ്യോ ഓഫ് കറസ്പോണ്ടിങ് സൈഡ്സും ഈക്വൽ ആയിരിക്കണം. അപ്പം നമുക്ക് എങ്ങനെ പറയാം? എന്താണ്? ട്രയാങ്കിൾ ഒ എ ബി ആൻഡ് ട്രയാങ്കിൾ ഒ സി ഡി ആർ സിമിലർ ട്രയാങ്കിൾസ് അല്ലേ? ആർ സിമിലർ. ഓക്കെ, സിമിലർ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. സിമിലർ ട്രയാങ്കിൾ ആണെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതിന് നോക്കേ, ഇവിടെ ഒ എ ഉണ്ട്, ഒ സി ഉണ്ട്, കറസ്പോണ്ടിങ് സൈഡ്സ് അല്ലേ? അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ബേസാണ് ഒ എ. അപ്പം ഒ എ, അടുത്ത ട്രയാങ്കിളിൻ്റെ ബേസ് വരുമ്പം ഒ സി ഇസ് ഈക്വൽ ടു എ ബി ബൈ സി ഡി. മനസ്സിലായോ എങ്ങനെ എഴുതി എന്താണെന്ന്? അപ്പം ഒ എ ബൈ ഒ സി ഇസ് ഈക്വൽ ടു എ ബി ബൈ സി ഡി. ഓക്കെ, ഈ ഒ എ എന്തുവാണ്? ഒ എ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? എക്സ് ആണെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒ എക്ക് വരെ എക്സ് കൊടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ ഒ സി എന്ത് വരും? എ സിയും ഒ എയും എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒ സി എന്ത് വരും? 2x ചേരുന്നതല്ലേ? അപ്പോൾ 2x എന്ന് എഴുതിക്കൂടെ? 2x ഇസ് ഈക്വൽ ടു എന്താണ്? എ ബി ബൈ സി ഡി. എക്സ് ബൈ 2x ഇസ് ഈക്വൽ ടു എ ബി ബൈ സി ഡി എന്ന് കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എ ബി എക്സ് ആണെങ്കിൽ സി ഡി അതിൻ്റെ ഇരട്ടിയായ 2x ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ അവർ പറഞ്ഞേക്കുന്നത്? ഈ എ ബിയുടെയും സി ഡിയുടെയും ഇ എഫിൻ്റെയൊക്കെ ലെങ്ത് ഏതിൽ പോകണമെന്നാണ് പറഞ്ഞത്? അരിത്തമെറ്റിക് സീക്വൻസിൽ പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോഴെന്താണ്? എ ബി നമുക്ക് എക്സ് എന്ന് കിട്ടി അല്ലേ? അടുത്ത സി ഡി എന്തെന്ന് കിട്ടി? 2x എന്ന് കിട്ടി. അടുത്ത ഇ എഫ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? 3x എന്ന് കിട്ടും. ഇങ്ങനെ പോവും. നോക്ക്, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? നോക്ക്, കോമൺ ഡിഫറൻസ് നോക്ക്. കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? 2x മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടിയില്ലേ? അടുത്തത് 3x മൈനസ് 2x ഇസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ കോമൺ ഡിഫറൻസ് ഉണ്ടല്ലോ. കോമൺ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് എന്താണ്? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസിലാണ് പോകുന്നത്. അപ്പം നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? ചെയ്തു. എങ്ങനെ എഴുതാം? എന്താണ്? എക്സ് ഈസ് ദ കോമൺ ഡിഫറൻസ്. എക്സ് ഈസ് ദ കോമൺ ഡിഫറൻസ്. common difference. So perpendicular length are in arithmetic sequence. മനസ്സിലായോ? എന്താണ്? എക്സ് ഈസ് ദ കോമൺ ഡിഫറൻസ്. എക്സ് ആണ് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിയത്. അതുകൊണ്ട് എന്താണ്? ഈ ലെങ്ത് എല്ലാം എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസിലാണ് പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത എക്സസൈസിലോട്ട് നമ്മൾ പോകണമെങ്കിൽ നമ്മൾ എന്താണ്? കുറച്ച് കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ നോക്കേ, ഞാനൊരു സീക്വൻസ് എഴുതി 2 4 6 ഡാഷ് 10 12 എക്സെട്ര. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. പക്ഷെ ഇവിടെ നോക്ക്, ഇതെന്താണ്?
A1 ആണ്, ഇത് A2 ആണ്, ഇത് A3 ആണ്, ഇത് A4 ആണ്, ഇത് A5 ആണ്, ഇത് A6 ആണ്, എക്സെട്ര. നോക്കേ ഇവിടെ A4 തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ A4 നമ്മൾ കണ്ടെത്തണം. എന്താണ്? ഒരു ടേം തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ നോക്ക്, ഇതിൽ എത്ര ടേംസ് തന്നിട്ടുണ്ട്? എന്താണ്? A4 ആണ് നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ എത്ര ടേംസ് തന്നിട്ടുണ്ട്? A1ഉം A2ഉം A3ഉം A5ഉം A6ഉം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 5 ടേംസ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, 5 ടേംസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 5 രീതിയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? A4നെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളെ കയ്യിൽ എത്ര ടേംസ് ഉണ്ടോ അത്രയും രീതിയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? A4നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നോക്കേ, ഞാൻ ഈ ഫസ്റ്റ് ടേം 2 അല്ലേ, ഈ 2 വെച്ചിട്ട് A4നെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നത്. നോക്കേ, A4 ഈസ് ഈക്വൽ ടു, നമ്മളിതാ ഇവിടുത്തെ ഈ എയുടെ താഴെ കിടക്കുന്നത് ഏതാണ്? 4 അല്ലേ. അപ്പോഴും നമ്മൾ നോക്കേണ്ടത് A1 അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നേ. A1 പ്ലസ് ഇനി 4 ആവാൻ എത്ര വേണം? 3 വേണം അല്ലേ. അപ്പോൾ 3D ആഡ് ചെയ്യാം. ഇതാണ് ഈ 4 ആവാനായിട്ട് നമ്മൾ A1ൻ്റെ കൂടെ എത്ര D ആഡ് ചെയ്യണം? 3D ആഡ് ചെയ്യണം. ഓക്കെ, അടുത്തത് ഇവിടെ A2 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലോ A4 ഈസ് ഈക്വൽ ടു എന്താണ്? A2 പ്ലസ് ഇനി ഈ 2ൻ്റെ കൂടെ എത്ര കൂടെ വേണം 4 ആവാൻ? 2D ആഡ് ചെയ്യണം. അടുത്തത് നമ്മൾ തേർഡ് ടൈം വെച്ചിട്ടാണെങ്കിലോ A3 പ്ലസ് 1D. ഓക്കെ, ഇനി നിന്ന് എന്താണ്? ഫിഫ്ത്ത് ടൈം ഉണ്ടല്ലേ. അപ്പോൾ A5 വെച്ചിട്ടാണ് A4 എങ്ങനെ കണ്ടുപിടിക്കും? A5ൽ നിന്ന് എന്ത് കുറയ്ക്കണം? 1D കുറയ്ക്കണം. ഓക്കെ, അടുത്തത് സിക്സ്ത് ടൈം വെച്ചിട്ടാണെങ്കിലോ A4 ഈസ് ഈക്വൽ ടു A6 മൈനസ് 2D. ഇതിനെല്ലാത്തിൻ്റെ ആൻസർ നമുക്ക് എഴുതി നോക്കിയാലോ. A1 എന്താണ് വരുന്നത്? 2 ആണല്ലേ. അപ്പം നമ്മൾ അതിന് മുമ്പ് എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് വെക്കണം. കോമൺ ഡിഫറൻസ് എന്താ വരും? ഏതെങ്കിലും 2 ടേമിൽ നിന്ന് മൈനസ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ്? 4 മൈനസ് 2 എന്താണ്? 2 വരുന്നുണ്ട്. 6 മൈനസ് 4 ചെയ്താലും 2 വരുന്നുണ്ട്. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്താണ്? 2 ആണ്. അപ്പോൾ ഇവിടെ നോക്ക്, അപ്പം നമ്മളിവിടെ A1 പ്ലസ് 3D ചെയ്യുമ്പോൾ നമുക്ക് A4 കിട്ടും അല്ലേ. അപ്പോൾ A4 എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്ക്. A1ന് പകരം നമ്മൾ എന്ത് കൊടുത്തു? A1 2 അല്ലേ. അപ്പോൾ 2 പ്ലസ് 3 ഇൻറ്റു D എന്താണ് ഇവിടെ കിട്ടിയത്? 2 ഈസ് ഈക്വൽ ടു 2 പ്ലസ് 3 ഇൻറ്റു 2 6 അല്ലേ. അപ്പോൾ 2 പ്ലസ് 6 എന്ത് വരും? 8 എന്ന് വന്നു. ഓക്കെ, ഇനി എന്താണ് സെക്കൻഡ് ടൈം വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്ക്. A2 എന്താണ്? 4 ആണ്. 4 പ്ലസ് 2 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 8 എന്ന് വരൂലേ. വന്നു. അടുത്ത തേർഡ് ടൈം വെച്ചിട്ടാണെങ്കിലോ തേർഡ് ടൈം ഏതാണ്? 6 ആണ്. 6 പ്ലസ് 1 ഇൻറ്റു 2 എന്ന് വരും ഈസ് ഈക്വൽ ടു 8. ഇനി ഫിഫ്ത്ത് ടൈം വെച്ചിട്ടാണെങ്കിലോ ഫിഫ്ത്ത് ടൈം ഏതാണ്? 10 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ 10 മൈനസ് 1 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 8. അടുത്തത് സിക്സ്ത് ടൈം വെച്ചിട്ടാണെങ്കിലോ 12 ആണ് അല്ലേ. അപ്പോൾ 12 മൈനസ് 2 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 8. ഓക്കെ, മനസ്സിലായോ? അപ്പോഴും നമ്മൾ ഏത് മെത്തേഡിൽ യൂസ് ചെയ്താലും എന്ത് കിട്ടും? ഫോർത്ത് ടേം 8 എന്ന് കിട്ടി. അപ്പോൾ ഫോർത്ത് ടേം ഏതാണ്? ഫോർത്ത് ടേം ഈസ് ഈക്വൽ ടു 8 ആണ്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. എന്താണ്? 24 42 ഡാഷ് ഡാഷ്. ഇവിടെ നോക്കേ, A1 ഉണ്ട്, A2 ഉണ്ട്, A3 കണ്ടുപിടിക്കണം, A4 കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നു? A3 കണ്ടുപിടിക്കാൻ പോകുന്നു. ഇത് കോമൺ ഡിഫറൻസ് വെച്ച് സിമ്പിളായിട്ട് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ നമ്മൾ അങ്ങോട്ട് ഇനി ചാപ്റ്റേഴ്സിൽ അങ്ങോട്ട് പോകുമ്പോഴത്തേനെല്ലാം ഞാൻ ഇപ്പോൾ പറഞ്ഞ മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിൾ ക്വസ്റ്റ്യൻ തൊട്ട് ആ മെത്തേഡിൽ ചെയ്തു പോവുകയാണ്. ഓക്കെ, അപ്പോൾ നോക്കേ, A1ഉം A2ഉം തന്നിട്ടുണ്ട്, A3യും A4ഉം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ A3 എങ്ങനെ കണ്ടുപിടിക്കാം? A3 ഈസ് ഈക്വൽ ടു A1 വെച്ചിട്ടാണ് ഇങ്ങനെ കണ്ടുപിടിക്കാം. A1 പ്ലസ് 2D ഈസ് ഈക്വൽ ടു എന്താണ്? A1 എന്താണ്? 24 പ്ലസ് 2 ഇൻറ്റു നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചില്ലല്ലോ. കോമൺ ഡിഫറൻസ് എന്ത് വരും? 42 മൈനസ് 24 എന്ത് വരും? ഈസ് ഈക്വൽ ടു
18 വരും അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് 18 നമുക്ക് കിട്ടി. അപ്പോൾ 2 ഇൻറ്റു 18 ഇസ് ഈക്വൽ ടു 24 പ്ലസ് 2 ഇൻറ്റു 18 എന്ത് വരും? 36 ഈസ് ഈക്വൽ ടു 4 പ്ലസ് 6 10, 3 പ്ലസ് 2 5 പ്ലസ് 1 60 എന്ന് വന്നു. അടുത്തത് നമുക്ക് A4 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ A4 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം, സെക്കൻഡ് ടൈം യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ യൂസ് ചെയ്തേ. അപ്പോൾ ഞാനിവിടെ സെക്കൻഡ് ടൈം യൂസ് ചെയ്യുകയാണ്. എങ്ങനെ എഴുതാം? A2 പ്ലസ് 2D എന്ന് എഴുതി കൂടെ എഴുതാം. A2 എന്താണ്? 42 ആണ്. പ്ലസ് 2 ഇൻറ്റു 18 ഈസ് ഈക്വൽ ടു 42 പ്ലസ് 2 ഇൻറ്റു 18 എന്ത് വരും? 36. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ വരും 6 പ്ലസ് 2 8, 4 പ്ലസ് 3 7, 78 എന്ന് വന്നു. അപ്പോൾ നമ്മൾ രണ്ട് ടൈമും കണ്ടുപിടിച്ചു. A3 60 എന്നും കിട്ടി, A4 78 എന്നും കിട്ടി. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡാഷ് എന്താണ്? ഡാഷ് 24 42 ഡാഷ്. ഓക്കെ, ഡാഷ് 24 42 ഡാഷ്. ഓക്കെ, ഇപ്പം നമ്മൾ ആദ്യമേ എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് വയ്ക്കുക. 42 മൈനസ് 24 എന്ത് കിട്ടും? 18 നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? A1 കണ്ടുപിടിക്കണം, A2 തന്നേക്കുന്നു, A3 തന്നിട്ടുണ്ട്, A4 കണ്ടുപിടിക്കണം. അപ്പോൾ A1ഉം A4ഉം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ A1നെ നമുക്ക് എന്താണ്? A2ഉം A3യും യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ A1 ഈസ് ഈക്വൽ ടു നമ്മൾ A2 യൂസ് ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കും? A2 മൈനസ് 1D അല്ലേ ഈസ് ഈക്വൽ ടു A2 എന്തൊരു വന്നു? തന്നേക്കുന്ന ഏതാ? 24 അല്ലേ. മൈനസ് 1 ഇൻറ്റു 18 ഇസ് ഈക്വൽ ടു 24 മൈനസ് 18 ഇസ് ഈക്വൽ ടു എന്ത് വരും? 6 എന്ന് വരൂലേ. അപ്പം A1 എന്തെന്ന് നമുക്ക് കിട്ടി? 6 എന്ന് കിട്ടി. അപ്പോൾ A1 എന്തിന് കിട്ടി? 6 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി A4 എങ്ങനെ കണ്ടുപിടിക്കാം? A4 ഈസ് ഈക്വൽ ടു എന്താണ്? A2ഉം A3 ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഞാനിവിടെ A3 വെച്ച് കണ്ടുപിടിക്കുകയാണ്. A3 വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാം? A3 പ്ലസ് 1D ഈസ് ഈക്വൽ ടു A3 എന്താ കിടക്കുന്നത്? 42 ആണല്ലേ ടൈം. 42 പ്ലസ് 1 ഇൻറ്റു 18 ഈസ് ഈക്വൽ ടു 42 പ്ലസ് 18 ഈസ് ഈക്വൽ ടു 8 പ്ലസ് 2 10, 4 പ്ലസ് 1 5 6. ഓക്കെ, 60 എന്ന് A4ഉം കിട്ടി. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഡാഷ് 24 42. ഇപ്പോൾ ഫസ്റ്റ് ടേമും ഇല്ല, സെക്കൻഡ് ടേമും ഇല്ല, തേർഡ് ടേമും ഫോർത്ത് ടേമും തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഡാഷ് 24 42. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കും? കോമൺ ഡിഫറൻസ് എന്ത് വരും? 42 മൈനസ് 24 ഈസ് ഈക്വൽ ടു 18 എന്ന് വന്നു. ഓക്കെ, ഇനി നമ്മളാണ് A1ഉം A2 നമ്മൾ കണ്ടുപിടിക്കണം, A3യും A4ഉം നമ്മൾ അതിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ച് ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ച് നമുക്ക് A1 A2 ഒക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ A1 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ ഇപ്പോൾ A3 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? A3 മൈനസ് 2D ഇസ് ഈക്വൽ ടു A3 എന്താണ് കിട്ടിയത്? തന്നേക്കുന്നത് 24 മൈനസ് 2 ഇൻറ്റു കോമൺ ഡിഫറൻസ് 18 ഇസ് ഈക്വൽ ടു 24 മൈനസ് 36 ഇസ് ഈക്വൽ ടു. അപ്പോൾ ഈ 24 മൈനസ് 36 എങ്ങനെ ചെയ്യും? 24 36 മൈനസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും? വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്ത് വലുതിൻ്റെ സൈൻ കൊടുക്കും അല്ലേ. അപ്പോൾ 36 24 മൈനസ് ചെയ്ത് എന്ത് വരും? 12 വരും അല്ലേ. അപ്പോൾ വലുതിൻ്റെ സൈൻ ഏതാ? മൈനസ് ആണ്. അപ്പം മൈനസ് 12 ആണ് A1 കിട്ടിയത്. അപ്പോൾ A1 എന്ത് കിട്ടി? മൈനസ് 12 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത A2 എങ്ങനെ കണ്ടുപിടിക്കാം? ഏതുപയോഗിച്ച്? A4 വെച്ച് കണ്ടുപിടിക്കാനാണെങ്കിലോ A4 മൈനസ് 2D ഇസ് ഈക്വൽ ടു A4 എന്താ തന്നേക്കുന്നത്? 42 ആണ്. 42 മൈനസ് 2 ഇൻറ്റു 18 ഇസ് ഈക്വൽ ടു 42 മൈനസ് 36 ഇസ് ഈക്വൽ ടു 6 എന്ന് വന്നു. അപ്പോഴെന്തരാ? സെക്കൻഡ് ഡേ എന്തെന്ന് കിട്ടി? നമുക്ക് 6 എന്ന് കിട്ടി. മനസ്സിലായോ? ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കി. 24 - 42
ഡാഷ്. ഓക്കെ, അപ്പോൾ നോക്കേ. അപ്പോൾ എന്താണ്, A1 തന്നിട്ടുണ്ട്, A2 കണ്ടെത്തണം, A3 തന്നിട്ടുണ്ട്, A4 കണ്ടെത്തണം. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്യും, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും. കോമൺ ഡിഫറൻസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അടുത്തടുത്ത് കിടക്കുന്ന 2 ടേംസ് ആണെങ്കിൽ നമ്മളത് മൈനസ് ചെയ്യും. ഇത് അടുത്തടുത്ത് കിടക്കുന്ന ടേംസ് ആണോ? അപ്പോഴും നമ്മൾ ടേംസ് അടുത്തടുത്തല്ലെങ്കിൽ എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതെന്നാണ് പറയുമാണ്. ഇതാണ് ടേംസ് അടുത്തടുത്തല്ലെങ്കിൽ എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഡി ഈസ് ഈക്വൽ ടു എന്താണ്, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. എന്താണ്, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്താൽ എന്ത് കിട്ടും നമുക്ക്? കോമൺ ഡിഫറൻസ് കിട്ടും. ഇതാ ഇവിടെ നോക്കി, ഇത് എത്രാമത്തെ ടേമാണ് തന്നേക്കുന്നത്? A1 തന്നിട്ടുണ്ട്, 24 തന്നിട്ടുണ്ട്, A3 തന്നിട്ടുണ്ട്, 42 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഇതാ ഇവിടെ നോക്കേ, ഇതിൽ ടേം ഡിഫറൻസ് എന്ന് വെച്ചാൽ ഈ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്. അത് എത്ര വരും? 42 മൈനസ് 24 എത്ര വരും? 18 വന്നു. ഡിവൈഡഡ് ബൈ പൊസിഷൻ എന്ന് വെച്ചാൽ ഈ 3ഉം 1ഉം ആണ് അതിൻ്റെ പൊസിഷൻ. ഇത് തേർഡ് ടൈം, ഇത് ഫസ്റ്റ് ടൈം. അപ്പോൾ അതിൻ്റെ പൊസിഷൻ, തേർഡ് ടൈമിൻ്റെ പൊസിഷൻ തേർഡും ഫസ്റ്റ് ടൈമിൻ്റെ പൊസിഷൻ ഫസ്റ്റ്. അപ്പോൾ 3 മൈനസ് 1 പൊസിഷൻ്റെ ഡിഫറൻസ്. 3 മൈനസ് 1 വരുമ്പോൾ 2 വന്നു. അപ്പോൾ കോമൺ ഡിഫറൻസ് ഏതെന്ന് വന്നു? 9 എന്ന് വന്നു. ഇനി നമ്മൾ സാധാ ചെയ്യുന്ന പോലെ നമ്മളെങ്ങനെ ചെയ്യും? നമുക്ക് A2 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. A2 ഈസ് ഈക്വൽ ടു എന്താണ്? A1 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ A1 പ്ലസ് 1D ഈസ് ഈക്വൽ ടു A1 എന്താണ്? 24 പ്ലസ് 1 ഇൻറ്റു 9 ഈസ് ഈക്വൽ ടു 24 പ്ലസ് 9 ഈസ് ഈക്വൽ ടു 33 എന്ന് വന്നു. ഓക്കെ, അടുത്ത എന്താണ്? A4 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. A4 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക്? A4 ഈസ് ഈക്വൽ ടു എന്താണ്? A3 പ്ലസ് 1D ഈസ് ഈക്വൽ ടു A3 എന്താണ്? 42 പ്ലസ് 1 ഇൻറ്റു 9 ഈസ് ഈക്വൽ ടു 42 പ്ലസ് 9 ഈസ് ഈക്വൽ ടു 51. അപ്പോഴെന്താണ്? A2 33 കിട്ടി, A4 51 കിട്ടി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഡാഷ് 24 ഡാഷ് 42. ഇതാ ഇവിടെ എന്താണ്? A1 തന്നിട്ടില്ല, A2 ടൈം തന്നിട്ടുണ്ട്, A3 തന്നിട്ടില്ല, A4 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും. അടുത്തടുത്ത ടേംസ് അല്ല തന്നേക്കുന്നത്, അതുകൊണ്ട് കോമൺ ഡിഫറൻസ് നമ്മളെങ്ങനെ എഴുതും? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, ടേം ഡിഫറൻസ് എന്ത് വരും? ഇപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്? ടേം എഴുതുക. ഏതൊക്കെ ടേമാണ് തന്നേക്കുന്നത്? A2 ഈസ് ഈക്വൽ ടു 24 തന്നേക്കുന്നു, A4 ഈസ് ഈക്വൽ ടു 42 എന്ന് തന്നേക്കുന്നു. ഇനി ടേം ഡിഫറൻസ് എന്ത് വരും? 42 മൈനസ് 24 എന്ത് വരും? 18 വരും അല്ലേ. അടുത്ത പൊസിഷൻ ഡിഫറൻസ് 4 മൈനസ് 2 ഈസ് ഈക്വൽ ടു 2 ഈസ് ഈക്വൽ ടു 9 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് 9 നമുക്ക് കിട്ടി. അപ്പോൾ എങ്ങനെ ഇനി A1 എങ്ങനെ കണ്ടുപിടിക്കാം? A1 ഈസ് ഈക്വൽ ടു A2 മൈനസ് 1D ഈസ് ഈക്വൽ ടു A2 എന്താണ്? 24 മൈനസ് 1 ഇൻറ്റു 9 ഈസ് ഈക്വൽ ടു 24 മൈനസ് 9 എന്ത് വരും? 24 മൈനസ് 9 ഈസ് ഈക്വൽ ടു 15. അപ്പോൾ A1 എന്ത് കിട്ടി? 15 എന്ന് കിട്ടി. അടുത്ത ഇനി എന്ത് കണ്ടുപിടിക്കണം? A3 കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ A3 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? A2 പ്ലസ് 2D അല്ലല്ലോ, 1D അല്ലേ, 1D ഈസ് ഈക്വൽ ടു A2 എന്താണ്? 24 പ്ലസ് 1 ഇൻറ്റു 9 ഈസ് ഈക്വൽ ടു 24 പ്ലസ് 9 ഈസ് ഈക്വൽ ടു 33. അപ്പോൾ A3 എന്ത് കിട്ടി? 33 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? ഇവിടെ നോക്കേ. 24 ഡാഷ് കോമ ഡാഷ് കോമ 42. എന്താണ്? 24 ഡാഷ് ഡാഷ് കോമ 42. അപ്പോൾ എന്താണ്? A1 തന്നിട്ടുണ്ട്, A2ഉം A3 നമ്മൾ കണ്ടുപിടിക്കണം, A4ഉം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്താണ്? നമ്മൾ കോമൺ ഡിഫറൻസ് എന്ത് എഴുതും? ടേം ഡിഫറൻസ് ബൈ
പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് എന്ത് വരും? ഇപ്പോൾ A1 ആണ് തന്നേക്കുന്നത് അല്ലേ, 24. അടുത്ത A4 തന്നിട്ടുണ്ട്, 42 തന്നിട്ടുണ്ട്. എന്താണ് ടേം ഡിഫറൻസ്? എന്ത്? 42 - 24 എന്ത് വരും? 18 വരും അല്ലേ. അടുത്ത 4 - 1 എന്ത് വരും? 3 എന്ന് വരും. = 6 എന്ന് വരും അല്ലേ. അപ്പോൾ എന്താണ് കോമൺ ഡിഫറൻസ് നമുക്ക് എന്തെന്ന് കിട്ടി? 6 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് A2 എങ്ങനെ കണ്ടുപിടിക്കാം? A2 = A1 + 1D A1 എന്താണ്? 24 ആണ്. 24 + 1 × 6 24 + 6 30. അടുത്തത് ഇനി എന്താണ്? A3 കണ്ടുപിടിക്കണം അല്ലേ. ഇനി എന്താണ് A2 നമുക്ക് എന്ത് കിട്ടി? 30 എന്ന് കിട്ടി. ഇനി എന്താണ്? A3 കണ്ടുപിടിക്കണം. അപ്പോൾ A3 എങ്ങനെ എഴുതാം? A3 = നമ്മൾ എന്താ ഇപ്പോൾ കിട്ടിയ A2 വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ A1 വെച്ച് ചെയ്യുവാണെങ്കിൽ എങ്ങനെ വരും? A1 + 2D എന്ന് വരും അല്ലേ. A1 എത്രയാ? 24 + 2 × 6 24 + 12 36. അപ്പോൾ എന്തോ A3 എന്ത് വന്നു? 36 വന്നു. ഓക്കെ. ഇപ്പോൾ പേജ് നമ്പർ 15 ഫസ്റ്റ് എക്സസൈസിൽ 6 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മൾ ഈ 6 ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ അടുത്ത വീണ്ടും ഒരു എക്സസൈസ് കൂടെ കിടപ്പുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.